ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ചന മസാല. എന്നാൽ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. 250 ml ഒരു കപ്പ് വെള്ളക്കടല എടുത്തിട്ട് നന്നായിട്ട് ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് കുതിർത്തിയെടുത്തതാണ്. കുതിർത്തി വന്നപ്പോൾ നേരം വെളുത്തപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഇട്ടപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി കഴുകിയതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട ഈ കടലക്ക് മീതെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എപ്പോഴും കടല വേവിക്കുമ്പോൾ കടലക്ക് മീതെ വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ. എന്നാലാണ് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അതുകൊണ്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു 6-7 വിസിൽ, എൻ്റെ കുക്കറിൽ ഒരു 6-7 വിസിലടിച്ചാൽ കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനൊരു 6-7 വിസിലടിപ്പിച്ചു. എന്നിട്ട് നമുക്കത് ഓഫാക്കിയതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഇതുപോലെ ഒരു പാൻ എടുത്ത് വെക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്കൊരു മീഡിയം 3 ചെറിയ സവാള എടുത്തിട്ട് ചോപ്പറിലിട്ടിട്ട് അരിഞ്ഞെടുത്തതാണിത്. അത് നമുക്കിതിലേക്ക് ഇട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായി വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും, ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചതച്ചതും, ഒരു 3 പച്ചമുളക് നടു കീറിയിട്ടതും നമുക്കിതിലേക്ക് ചേർക്കാം. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നന്നായിട്ട് വേവണം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിക്കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റി വരട്ടെ. 2 സെക്കൻഡിന് ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് കേട്ടോ, ഞാനിത് ചോപ്പറിലിട്ടിട്ടാണ് അരിഞ്ഞെടുത്തത്. പിന്നെ ഇതിലേക്ക് ഒരു കുഞ്ഞു പിടി മല്ലിയില, അതും കൂടി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയെല്ലാം ഇതിലോട് ചേർന്ന് നന്നായിട്ട് വഴണ്ടി വരും. അപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ച പൊടി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിതിൽ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നതാണ് കാണിക്കുന്നത്. അതിന് മുന്നേ ഞാനൊരു 1.5 ടേബിൾ സ്പൂണും കൂടി ഇട്ട് കൊടുത്തിരുന്നു. ആ വീഡിയോ മിസ്സായിട്ടുണ്ട്. ക്യാമറ ഓൺ ആവാത്തത് കാരണം തോന്നുന്നുണ്ട് ആ വീഡിയോ ഇതിൽ കാണാനില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയും ഇട്ടിട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്ന സമയത്ത് വേവിച്ച് വെച്ച നമ്മുടെ വെള്ളക്കടല ഇതിലേക്ക് ചേർക്കാം. വെള്ളമുണ്ടാവും, വെള്ളം നമുക്ക് കുറച്ച് വറ്റിച്ചെടുക്കാം. ഈ വെള്ളത്തിൽ കിടന്നിട്ട് മസാലയെല്ലാം പിടിച്ചിട്ട് നമ്മുടെ ഈ വെള്ളക്കടല നന്നായിട്ട് കുക്കായി വരട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊരു 5 മിനിറ്റ് നേരം അടച്ച് വെക്കാം. 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കി. ഏകദേശമൊക്കെ വറ്റി വരുന്നേയുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. വളരെ രുചികരമായ ഒരു ചന മസാലയാണിത്. നിങ്ങൾ പൊറോട്ടക്കൊപ്പവും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ വളരെ രുചികരമാണ്. ഞാനിത് വീണ്ടും അടച്ചു വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട് നോക്കൂ. ഇതുപോലെ വറ്റിച്ചിട്ട് നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് വറ്റിക്കാം. എനിക്കിവിടെ കുറച്ച് ഗ്രേവി ആവശ്യമുള്ളത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ തീ ഓഫാക്കി കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് താളിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു കടായി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും. ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടിച്ചെടുത്തത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് നമുക്കിതൊന്ന് താളിക്കാം.
വളരെ രുചികരമായ ഒരു ചന മസാലക്കറിയാണ്. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കേ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.